ആലപ്പുഴ ഹരിപ്പാട് ആനയുടെ തുമ്പിക്കൈയുടെ ഇടയിലൂടെ കുഞ്ഞിനെ കടത്തിയതിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. കുട്ടിയുടെ അച്ഛനും താൽക്കാലിക പാപ്പാനുമായിരുന്ന അഭിലാഷിനായി തെരച്ചിൽ തുടരുകയാണ്. സംഭവത്തിൽ ദേവസ്വം പാപ്പാൻ ജിതിനെ കസ്റ്റഡിയിലെടുത്തു. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ ഈ വിഷയം ചർച്ചയായി. കുഞ്ഞ് താഴെ വീഴുന്നതും നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സ്വമേധയാണോ കേസെടുത്തിരിക്കുന്നത്? എന്താണ് ലിഡിയ കൂടുതൽ വിവരങ്ങൾ? പോലീസ് സ്വമേധയാ ആണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒപ്പം മൃഗസംരക്ഷണ വകുപ്പ് മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി എന്നടക്കമുള്ള വകുപ്പുകൾ പ്രകാരവുമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് സ്വമേധയാ എടുത്ത കേസ് കൂടിയാണ്. അതിൽ പോലീസ് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി വരികയാണ്. പാപ്പാനായിട്ടുള്ള ജിതിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ കടത്തിയ കുഞ്ഞ് കയ്യിൽ നിന്ന് വീണത് അത് താൽക്കാലിക പാപ്പാനും കുഞ്ഞിന്റെ അച്ഛനുമായിട്ടുള്ള അഭിലാഷിന്റെ കയ്യിൽ നിന്നാണ്. അഭിലാഷിനായി പോലീസ് ഇതിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അത് ആരാണ്, ആരുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞ് വീണതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നിലവിൽ ഒളിവിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷിനെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് അന്വേഷണങ്ങളും തിരച്ചിലും തുടരുകയാണ്. എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു ഇന്നലെ. ശരി, പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ഹരിപ്പാട് അതിദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് ഈ ആനപ്പാപ്പാൻ ഇത്തരത്തിൽ ആനപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴെ വീഴുകയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കെ ചെയ്തു. വലിയ തരത്തിലുള്ള ഇടപെടലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.